ടു മോംസ് കിച്ചൺ ബൈ മായ. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിലൊരു കപ്പ ബിരിയാണിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ 2 കിലോ എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഒരു അരപ്പാത്രം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ട സാധനങ്ങൾ: ഒരു 3 സവോള കൊത്തിയരിഞ്ഞത്, 2 തക്കാളി കൊത്തിയരിഞ്ഞത്, 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തത്, 20 വെളുത്തുള്ളി, 1 ക്യൂബ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായി ചതച്ചെടുക്കാം. അങ്ങനെ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇത് തിളച്ച വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവോളയും തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതൊന്നും വഴറ്റുന്നില്ല കേട്ടോ. ഇവൻ മുളക് പൊടി മല്ലിപ്പൊടി പോലും വഴറ്റാതെയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്, പച്ചമുളകും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എരിവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല. ഞാൻ ഗരം മസാലയാണ് 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നത്. മീറ്റ് മസാല ആണെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ല് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു നേരത്തെ മീതെ വെള്ളം വേണം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് വേവിച്ചെടുക്കാം. കാരണം കപ്പയെ നമ്മൾ പാതി വേവിച്ചെടുക്കുന്നുണ്ടോ. അപ്പം ഇത് ഇതിനകത്തിട്ട് ഒരു അരമണിക്കൂറോളം വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് കപ്പ ഇതുപോലെ കൊത്തി നുറുക്കിയെടുക്കാം. ഞാൻ 2 കിലോ എല്ലിനും 3 കിലോ കപ്പയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നന്നായി കഴുകി ഒരു പാതി വേവാകുന്നവരെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ എല്ലാം ഏകദേശം ഒന്ന് വെന്ത് വരുന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ കപ്പയും കൂടെ ആഡ് ചെയ്യാം. കപ്പ പകുതി വെന്തിട്ടുണ്ട്. ഇതിനകത്തിട്ട് ഒരു 15 മിനിറ്റ് ചെറുതീയിൽ കപ്പയും എല്ലും നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയ്ക്കകത്തേക്ക് കടുകിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചുവന്ന മുളകും കൂടെ താളിച്ചൊഴിക്കാം. കടുകുകൂടെ പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ നമ്മൾ എണ്ണ എപ്പോഴാണ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇന്ന് വഴറ്റാനൊന്നും നമ്മളൊന്നും എണ്ണ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ വളരെ സിമ്പിളും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു എല്ലും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുമാണ്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻസ് ഇടണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു. ബൈ.